വെള്ളാപ്പള്ളി നടേശൻ എന്തു പറഞ്ഞാലും സർക്കാരും CPM-ഉം വെട്ടിലാകും. തള്ളുകയും കൊള്ളാതിരിക്കുകയും വേണം. പിന്തുണച്ചാൽ വർഗീയതയെ പരിപോഷിക്കലാവും. തള്ളിയാൽ വോട്ട് ബാങ്ക് തിരികെ പിടിക്കാനുള്ള തന്ത്രം പാളും. മലപ്പുറത്തെ കാട്ടി ലീഗിനെ ചാരി മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിനെ ഒരു പാർട്ടിക്കെതിരായ പരാമർശം എന്ന് പറഞ്ഞ് ലഘൂകരിച്ചിരുന്നു. വെള്ളാപ്പള്ളി എന്നിട്ടും വിട്ടിട്ടില്ല. ഇപ്പോൾ കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്നും അതിനെ നേരിടാൻ ഈഴവർ ശക്തരാകണമെന്നും പറഞ്ഞപ്പോഴും CPM-ന് മൃദു സമീപനം. വെള്ളാപ്പള്ളി സാമൂഹ്യ യാഥാർത്ഥ്യമാണ് പറയുന്നതെന്ന BJP-യുടെ നിലപാടും വെള്ളാപ്പള്ളിയുടെ പേര് പറയാതെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കണമെന്ന ഉപദേശവും ഒന്നു തന്നെയാണ്. കോട്ടയം മീനച്ചിൽ പാലാ യൂണിയനുകളുടെ സമ്മേളനത്തിൽ ഈഴവ സമുദായം ശ്രദ്ധിക്കേണ്ട സാമൂഹ്യ സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് മലപ്പുറവും ലീഗും മുസ്ലിം സമുദായവും ക്രൈസ്തവ സഭകളുമൊക്കെ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് വീണ്ടും വിഷയമായത്. അതായത് മുസ്ലിങ്ങളെ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസംഗമായിരുന്നു വെള്ളാപ്പള്ളിയുടേത്. വെള്ളാപ്പള്ളിക്കെതിരെ പ്രതീക്ഷിച്ച പോലെ ആദ്യം എത്തിയത് ലീഗും മുസ്ലിം സംഘടനകളും. മലപ്പുറത്തിനെതിരായ പ്രസംഗത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ഇവിടെയും ക്രൈസ്തവ സംഘടനകളും ദീപികയും വെള്ളാപ്പള്ളിയെ പരസ്യമായി വിമർശിച്ചു. അതും വർഗീയവാദി എന്ന് വിളിച്ചു തന്നെ. ലീഗിന്റെ അത്ര വാക്കുകൾ കോൺഗ്രസിൽ നിന്ന് ഉണ്ടായതുമില്ല. വെള്ളാപ്പള്ളി ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗം നടത്തിയ ദിവസം പോലും ഇരു മുന്നണികളെയും വെട്ടിലാക്കുന്നതായിരുന്നു. വിമർശിച്ചില്ല എന്നത് പോകട്ടെ, വെള്ളാപ്പള്ളിയെ പുകഴ്ത്തേണ്ടി വന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇടത് വലത് നേതാക്കൾക്ക്. SNDP യോഗം ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നെല്ലാവർക്കും. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ആരുടെയും മുഖത്തു നോക്കി പറയാൻ സധൈര്യം മുന്നോട്ട് വരുന്ന ആളാണ്. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. CPM-നെയും കോൺഗ്രസിനെയും വെട്ടിലാക്കി പള്ളുരുത്തിയിലെ ഇതേ വേദിയിൽ വെള്ളാപ്പള്ളി നടേശൻ അടുത്ത വെടി പൊട്ടിച്ചു. കാന്തപുരത്തെയും ഉൾപ്പെടുത്തിയുള്ള വിമർശനം. സംഘടിത ശക്തിയാകുന്ന സമുദായങ്ങൾക്കെതിരെ ഈഴവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ്. താൻ പോയി കഴിഞ്ഞാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞതെന്ന് വിശദീകരിച്ച് കുഴങ്ങുകയായിരുന്നു മന്ത്രി VN വാസവൻ. തടിയൂരുന്നത് പോലെ. CPM-ന്റെ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്ന ഉപദേശവും. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമായ SNDP-യിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വർണ്ണനയും. വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പരാമർശങ്ങളെക്കുറിച്ച് മഷിയിട്ട് നോക്കിയാൽ പോലും CPM കുറിപ്പിൽ ഒന്നുമില്ല. CPM വെള്ളാപ്പള്ളിയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി കൂട്ടിക്കെട്ടി മുതലെടുക്കാൻ UDF-ന്റെ ശ്രമവും. വെള്ളാപ്പള്ളി നിർത്താൻ ഭാവമില്ലെങ്കിൽ ഇതൊക്കെ തന്നെ വരും ദിവസങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കും.